ഇനിയിപ്പോൾ എല്ലാവരും ഒറ്റാലും കൊണ്ട് നടക്കുന്നത് ധ്രുവറാഠിയുടെ പുറകിലാണ്. ഏതെങ്കിലും ഒരു സംഗതിയിൽ ധ്രുവറാഠിയെ കുടുക്കിയേ മതിയാവും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യഭരണകൂടത്തിൻ്റെ പല അനീതികളെയും ചോദ്യം ചെയ്ത് വീഡിയോകൾ ഇറക്കുകയും അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനായ ആളുകൾ ലോകം മുഴുവൻ കാണുകയും ചെയ്തപ്പോൾ ഒന്ന് ലക്ഷ്യം വെച്ച് നിന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെട്ടെന്നൊരു കേസെടുത്തു. എല്ലാ മാധ്യമങ്ങളും ധ്രുവറാഠിക്കെതിരെ കേസ് എന്നും പറഞ്ഞ് വലിയ വാർത്തയും കൊടുത്തു. പക്ഷേ ഈ എക്സ് പ്രൊഫൈലിൽ അഥവാ പഴയ ട്വിറ്റർ അക്കൗണ്ടിൽ ഈ പാരഡി പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തവരാണ്. ഈ സംവിധാനമെന്ന് പറയുന്നത് എത്ര പാരഡിയാണ്. ഏതായാലും ആ കേസെടുത്തതിനെതിരെ ധ്രുവറെഡ്ഡി വന്ന് കഴിഞ്ഞ ദിവസം കണക്കിന് കൊടുത്തിട്ടുണ്ട്. ധ്രുവറെഡ്ഡി ഇന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഒരു വൈബാണ്. അദ്ദേഹം പലതരം വീഡിയോകൾ ഭരണകൂടത്തിൻ്റെ പല ചെയ്തികൾക്കുമെതിരെ ചെയ്താണ് അദ്ദേഹം ശ്രദ്ധേയനായത്. ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. വിവാഹം കഴിച്ചത് ഒരു ജർമ്മൻ ഒറിജിൻ വനിതയാണ്. അദ്ദേഹം ജർമ്മനിയിലാണ് സ്റ്റേഷൻ്റെങ്കിലും ഇടയ്ക്കിടെയൊക്കെ ഇന്ത്യയിൽ വന്നു പോകാറുണ്ട്. നിർഭയമായി സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ധൈര്യത്തിൻ്റെ ട്രെൻഡ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തതിൽ പ്രധാനിയാണ് ധ്രുവറെഡ്ഡി. അദ്ദേഹത്തെ സ്വാഭാവികമായി ഉന്നം വെക്കുന്നത് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്രുവറെഡ്ഡിയുടെ ഒരു വാർത്ത വന്നത്രേ എക്സ് പ്രൊഫൈലിൽ, ട്വിറ്ററിൽ. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബഹുമാന്യനായ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾ പരീക്ഷ എഴുതാതെ സിവിൽ സർവീസ് കിട്ടി എന്ന വാർത്ത പുറത്തു വന്നു എന്നാണ് ഈ പറയുന്ന പരാതിക്കാരനായ ഒരാൾ മനസ്സിലാക്കിയത്. അദ്ദേഹം നേരെ കൊണ്ടിയെന്ന് മഹാരാഷ്ട്ര പോലീസിൽ ഒരു പരാതി അങ്ങ് കൊടുത്തു. സാധാരണ പരാതി കൊടുക്കുമ്പോൾ ഒരു FIR ഇട്ട് കേസെടുക്കുന്നതിന് മുമ്പ് പ്രാഥമികമായ ഒരു അന്വേഷണമൊക്കെ നടത്തി ഇത് ശരിയാണോ എന്നൊക്കെ നോക്കേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് വായിക്കാനോ എക്സ് പ്രൊഫൈൽ എന്താണെന്ന് അറിയാനോ സാമാന്യ ബോധമില്ലാത്ത ആരോ ധ്രുവറാഠിക്കെതിരെ കേസ് പങ്കെടുത്തു. അയഥാർത്ഥമായ പ്രസ്താവന നടത്തി എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത. എന്നാൽ ഈ ഗോഡി മീഡിയാസ് എന്നൊക്കെ പറയുന്ന ഈ മാധ്യമങ്ങളുണ്ടല്ലോ, അവരിതൊന്ന് പരിശോധിക്കണ്ടേ, എന്താണ് ഈ കേസ്, ഏത് പ്രൊഫൈലിലാണ് വന്നത്, എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. സാധാരണ ജനങ്ങൾ ഈ അടുത്ത സമയത്ത് ധ്രുവറെഡ്ഡിയുടെ ഒരു വലിയ ഇസ്ലാം അനുകൂല പോസ്റ്റ്, ഞാൻ എന്താണെന്നങ്ങ് മറന്നുപോയി, അത് ഭയങ്കരമായി ഷെയർ ചെയ്ത് അങ്ങ് പിന്നെ എല്ലാവരും ഇട്ട് കളിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ധ്രുവറെഡ്ഡിയുടെ അല്ല, ധ്രുവറാഠി പാരഡി എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഫൈലിൽ അവരുടെ അനുയായികളോ ഫാനോ ഒക്കെ ഓരോ അക്കൗണ്ടുകൾ തുറക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദി പാരഡി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാനോ വിമർശകർക്കോ ആർക്കെങ്കിലുമൊക്കെ പേജ് തുറക്കാം. അദ്ദേഹത്തിൻ്റെ പേരിൽ തുറക്കാൻ കഴിയില്ല. അതുപോലെ ധ്രുവറെഡ്ഡി പാരഡി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ വന്ന സംഗതി വെച്ചാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസൊക്കെ ഫ്രണ്ട് പേജിൽ വൻ വാർത്തയായി കേസെടുത്തത് അങ്ങ് കാച്ചിയിരിക്കുന്നത്. ആ കാര്യം എടുത്തു വെച്ച് തന്നെ ധ്രുവറെഡ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കണ്ണ് തുറന്നൊന്ന് കാണൂ, അത് എൻ്റെ പ്രൊഫൈലല്ല എന്ന് തിരിച്ചറിയാൻ പറഞ്ഞു. ഏതായാലും നിങ്ങളുടെ പത്രത്തിൻ്റെ 1-ാം പേജിൽ കൊടുക്കുന്ന വ്യാജ വാർത്ത ഇങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പക്ഷേ എന്തു ചെയ്യാൻ പറ്റും, ഈ വാർത്ത കൊടുക്കുന്നവർക്ക് കിട്ടിയ ഒരൊറ്റ കൊടുപ്പം കൊടുക്കുകയാണ്. നമ്മൾ വിളിച്ച് അയ്യോ അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ പറയുന്നത്, നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ മറുവശം ഇങ്ങനെ എഴുതിക്കൊണ്ടു പോവുക, അതും നമുക്ക് കൊടുക്കാമെന്നാണ്. എന്നാലും അതൊന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു മര്യാദ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല.